പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രതികരണം വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം കൂടിയാണുള്ളത്. CV അനുമോദിലേക്ക് പോകുമ്പോൾ, അനുമോദ്, അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രതികരണം അത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതികരണമായും നമുക്ക് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായ നേതാക്കളിൽ വലിയൊരു വിഭാഗവും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ വേട്ടയാടപ്പെടുന്നു എന്ന വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണല്ലോ ഈ വ്യത്യസ്തമായ തരത്തിലുള്ള, അല്ലെങ്കിൽ മോദിയെ പുകഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്. അത് മുസ്ലിം സംഘടനകളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഫലനമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? അഭിലാഷ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഒരു പ്രസ്താവന അത് വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം മോദിക്കെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്ന സാമുദായിക സംഘടനകൾ ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് എന്ത് എന്നുള്ളതാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സമസ്തയിലെ തന്നെ രണ്ട് ഘടകങ്ങൾ AP-യും EK-യും പല വിഷയങ്ങളിലും അവരുടെ അതൃപ്തി അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ പല തരത്തിലാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. മുൻപ് പൗരത്വ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ കാന്തപുരം വിഭാഗം തന്നെ അവരുടെ വാർത്താക്കുറിപ്പിലൂടെ അവരുടേതായ അഭിപ്രായങ്ങൾ, ഇത് മോദിയെ നേരിട്ട് വിമർശിക്കുന്നതല്ല, അതല്ലാതെയുള്ള ആശങ്കകൾ പലപ്പോഴും അറിയിച്ചിട്ടുണ്ട്. അത് EK വിഭാഗവും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നമ്മൾ ആദ്യം ഒന്നാമതായി എടുത്തു കാണേണ്ടത് കാന്തപുരത്തെ സന്ദർശനമാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇതൊരു സാധാരണ ഏതൊരു പ്രധാനമന്ത്രിയെയും AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാണുന്നത് പോലെ തന്നെ ഉള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. മുൻപ് പലപ്പോഴും പ്രധാനമന്ത്രിമാരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു കൂടിക്കാഴ്ചയും കാണേണ്ടതുള്ളത്. മാത്രമല്ല, ഭരണവർഗവുമായി, ഭരിക്കുന്നവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുക എന്നുള്ളത് സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ സമുദായത്തിൻ്റെ പുരോഗതിക്കും അത്യാവശ്യമായ ഒന്നാണെന്നാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു വിശദീകരണം. ഈ AP വിഭാഗത്തിന് തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്ത് ആകമാനമുണ്ട്. അതിൻ്റെയൊക്കെ നടത്തിപ്പും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ സർക്കാരിൻ്റെ പിന്തുണ കൂടി ആവശ്യമുണ്ട് എന്നതുകൊണ്ട് അക്കാര്യങ്ങളിൽ നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ ജാഥയ്ക്ക് ശേഷം ലഭിച്ച അഭിപ്രായങ്ങൾ, സ്വരൂപിച്ച അഭിപ്രായങ്ങൾ അത് കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ള, പ്രധാനമന്ത്രി നേരിട്ട് അറിയിക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിന് ഈ പ്രസ്താവനയ്ക്ക് ശേഷം പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിലും നേരിട്ട് അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് ആരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പ് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടാണ് മുസ്ലിം ലീഗും സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയോട് വിയോജിപ്പുണ്ടെങ്കിലും അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പലരുമായി സംസാരിക്കുമ്പോഴും സ്വകാര്യ സംഭാഷണത്തിൽ അതിനോടുള്ള വിയോജിപ്പ് പറയുന്നുണ്ടെങ്കിൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, സ്വന്തം പ്ലാറ്റ്ഫോമിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അത് പ്രസിദ്ധീകരിക്കേണ്ട അല്ലെങ്കിൽ അത് പങ്കുവെക്കേണ്ട എന്നൊരു നിലപാടാണ് പലരും സ്വീകരിച്ചിരിക്കുന്നത്. അതിനും ഒരു കാരണം കൂടിയുള്ളത്, ഈ സമസ്തകളുടെ ഐക്യം, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമായി പുരോഗമിക്കുമ്പോൾ സമസ്തയുടെ AP വിഭാഗത്തിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവിനെതിരെ തന്നെ വലിയൊരു വിമർശനം ഉന്നയിക്കുന്നത് ഒരുപക്ഷെ സാമുദായിക ഐക്യത്തിനും കൂടി വിഘാതമായേക്കാം എന്നൊരു വിലയിരുത്തലുണ്ടാകാം. പക്ഷേ ഈ സംഘടനകളുടെ ഭാഗമല്ലാത്ത പലരും അത് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പ്രതികരണം കാന്തപുരത്തെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പല പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് താഴെ വലിയ വിമർശനങ്ങൾ, അതിരൂക്ഷമായ ഭാഷയുടെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതായത് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്, മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാവരുടെയും അഭിപ്രായമല്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാമുദായിക സംഘടനകളുമായി നേരിട്ട് ബന്ധമില്ലാത്തവർ നടത്തുന്നത്. പക്ഷേ സാമുദായിക സംഘടനകൾക്ക് നേരിട്ട് ഈ വിഷയത്തിൽ ആരും അഭിപ്രായം പറയാൻ തയ്യാറായിട്ടില്ല ഈ ഘട്ടം വരേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ഞാൻ തിരികെ എത്തിയപ്പോൾ ഡോക്ടർ IP അബ്ദുൾ സലാം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുൾ സലാം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു പ്രതികരണമാണ് അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിലൂടെയല്ല രാജ്യത്തെ മുസ്ലിം മതവിഭാഗങ്ങൾ കടന്നു പോകുന്നത് എന്നും അവർ സുരക്ഷിതരാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ആ പ്രതികരണത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഹലോ, കേൾക്കുന്നോ? പറഞ്ഞോളൂ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ കേന്ദ്ര പ്രധാനമന്ത്രിയെ കണ്ടു എന്നതും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അജിത് ഡോവലിനെയും കൂടെ കണ്ടു എന്ന പത്രവാർത്തയും ന്യൂസും കണ്ടു. ന്യൂനപക്ഷ സമുദായങ്ങള്
പ്രത്യേകിച്ച് ഇന്ത്യയിൽ യാതൊരുവിധ വിഷമങ്ങളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ നേരിടുന്നില്ല എന്നതും ആ പ്രസ്താവനയുടെ ഭാഗമായി കാണുകയുണ്ടായി. സത്യത്തിൽ സംഘപരിവാർ സംഘത്തിനോട് കൂടെ ചേർന്നുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടില് യോജിപ്പോ വിയോജിപ്പോ എന്നതല്ല ഇതിലുള്ള പ്രശ്നം. ഏറ്റവും പ്രധാന ന്യൂനപക്ഷങ്ങൾ നേരത്തെയും കാന്തപുരം കേന്ദ്രമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും കണ്ടിരുന്നു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞ ഇതേ വാചകം ഇപ്പോഴും ആവർത്തിച്ചു. അതിനുശേഷമാണ് ഇന്ത്യയില് ഡൽഹിയില് മുസഫർ നഗറിൽ അതുപോലെ ആസാമില് ഗുജറാത്തില് ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും വലിയ വലിയ വർഗീയ കലാപങ്ങളും ഏറ്റുമുട്ടലുകളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ അവരുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കും. അന്നൊന്നും കാന്തപുരം പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു സമയത്ത് കാന്തപുരം പ്രതികരിക്കുന്നു. മുസ്ലിം സമുദായമോ ന്യൂനപക്ഷത്തിനോ ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന്. മറ്റൊരു കാര്യം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരിക്കലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു ഗ്രാൻഡ് പ്രതിനിധിയായിട്ടല്ല അദ്ദേഹം പങ്കെടുക്കേണ്ടത്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പൊതുപ്രതിനിധി എന്ന രൂപത്തിൽ ആരും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നടത്തിയതായിട്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണുന്നത്. അപ്പോൾ ഗ്രാൻഡ് മുഫ്തി ഇന്നലെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി എന്നാണ്. അദ്ദേഹത്തെ ആരും ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുത്തിട്ടില്ല. ഗ്രാൻഡ് മുഫ്തിയായിട്ട് അദ്ദേഹത്തെ ഇന്ന് വരെ ഇന്ത്യയിൽ ആരും തെരഞ്ഞെടുത്തിട്ടില്ല. മാത്രമല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളിലെ ഏറ്റവും ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഹനഫി എന്ന് പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്ത് ടീമാണ്. രണ്ടാം സ്ഥാനത്ത് മുസ്ലിങ്ങളുടെ ജനസംഖ്യാടിസ്ഥാനത്തിൽ അഹ്ലെ ഹദീസ്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന അഹ്ലെ ഹദീസാണ്. മൂന്നാം സ്ഥാനത്ത് മറ്റു മദ്ഹബി പക്ഷപാതിത്വമുള്ള ആളുകളാണ്. അതിനും ശേഷമാണ് കാന്തപുരത്തിന്റെ ബറൈൽവികൾ എന്ന് പറയുന്ന സൂഫി ധാരയിലുള്ള ആളുകളുള്ളത്. ഈ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം ഗ്രൂപ്പുകളുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് അവകാശപ്പെടാൻ കാന്തപുരത്തിന് അവകാശമില്ല. മാത്രമല്ല, ഈ ഒരു സന്ദർശനത്തിലും ഞങ്ങൾ ചില ദുരൂഹതകൾ കാണുന്നുണ്ട്. അടുത്ത കാലത്ത് അജിത് ഡോവൽ കേരളം സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനം അതീവ രഹസ്യമായിരുന്നു. പക്ഷേ ഈ സന്ദർശനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് സംഘപരിവാർ ശക്തികൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്തുവാനും അവരുടെ വോട്ടുകളെ ഉപയോഗപ്പെടുത്തുവാനും വേണ്ടി ആയിരുന്നോ ഈ ചർച്ച എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. രണ്ടാമത്തത്, ഇത്തരം ആളുകളൊക്കെ പല ആളുകളും സാമുദായിക സംഘടനകളും നേതാക്കളും ഒക്കെ കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയൊക്കെ കാണുന്നതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ED സന്ദർശനം വരുമ്പോഴാണ് ഇപ്പോൾ താങ്കൾ ഈ അബൂബക്കർ മുസ്ലിയാരും ഈ EDയുമായി ബന്ധപ്പെട്ടാണ് ചേർത്ത് വെച്ച് വിലയിരുത്തുന്നത്? അതെ, ഒരു പക്ഷേ ചിലപ്പോൾ ED സന്ദർശനം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ED പരിശോധനകൾ നടക്കുന്നുണ്ട്. പല സാമുദായിക സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വ്യക്തികളെയും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയും ഇതിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. ഇതേ രൂപത്തിൽ പല രൂപത്തിലും പല സന്ദർശനങ്ങളും പലരും നടത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. മാത്രമല്ല, കേരളത്തില് രാഷ്ട്രീയ നിലപാടിൽ അടുത്ത കാലത്ത് കാന്തപുരം വിഭാഗം സംഘപരിവാറിന് എതിരായ രൂപത്തിലെ ചില സമീപനങ്ങൾ സ്വീകരിച്ചു വന്നിരുന്നു അടുത്ത കാലത്ത്. അതിനുശേഷമാണ് അജിത് ഡോവലിന്റെ കേരള സന്ദർശനം. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയെ ആർക്കും കാണാം, ഏതൊരു ആൾക്കും പെട്ടെന്ന് കാണാനും സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.